മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷികളെന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന് മുമ്പ് മിനിമം ഒരു മാസവും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വ്യത്യസ്ത രീതിയിൽ 3 മൂട് കപ്പ നട്ടിരുന്നു. അതാണ് എനിക്ക് തൊട്ട് പുറകെ കാണുന്നത്. ആ വ്യത്യസ്ത രീതിയിൽ നമ്മൾ നട്ട കപ്പകളാണിത്. ഈ കപ്പകൾ ഇപ്പോൾ ഒന്നാമത്തെ വളം ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അത് നടന്ന സമയത്ത് ഒരു വളവും ഞാൻ ചെയ്തില്ല. കാരണം എല്ലാവരും നടന്ന സമയത്ത് തന്നെ വളം ചെയ്യും. പക്ഷേ ഞാൻ അതാണ്ട് ഈ കാണുന്ന പോലെ കുറേ ഉണങ്ങിയ പുല്ല് ഇവിടെ കൊണ്ട് കൂട്ടുകയും അതിൻ്റെ മുകളിൽ മണ്ണിടുകയും ആ മണ്ണിൻ്റെ മുകളിലാണ് ഈ കപ്പ നട്ടു കൊടുത്തത്. കാരണം എന്ന് പറഞ്ഞാൽ നല്ല ഉണക്കമുള്ള സമയമാണ്. വൃശ്ചികം മുതലുള്ള സമയങ്ങൾ, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടമാസങ്ങളിൽ നല്ല ഉണക്ക്, നല്ല ചൂടാണ്. അപ്പോൾ ഈ സമയത്ത് ചീനി നല്ല രീതിയിൽ വളരാനും നല്ല വേരോട്ടം ഉണ്ടാവാനും ഒക്കെ നല്ല രീതിയിൽ ഇത് പ്രയോജനപ്പെടും തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതിനുശേഷം 3 ദിവസവും കൂടുമ്പോൾ ഞാൻ ഇതിന് നനച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇപ്പം ഈ പരുവമായി ഇനി എപ്പോഴും ഇതിന് വളം ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമ്മൾ നട്ട രീതിയും കൂടെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. നമ്മൾ ഇതേപോലെ ഇത് കപ്പയുടെ കമ്പാണ്. ഈ കപ്പയുടെ കമ്പ് നമ്മളിങ്ങനെ എടുത്തിട്ട് ഒരു 5 കണ്ണ് 1, 2, 3, 4 ഇതാണ് കണ്ണെന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5. അപ്പോൾ ഈ 5 കണ്ണ് വരത്തക്ക രീതിയിൽ നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം 2 കണ്ണ് മണ്ണിനടിയിൽ വരത്തക്ക രീതിയിൽ നട്ട് കിളിർത്ത് വന്ന ആ ചെടിയാണിത്. ആ കപ്പയാണ് അല്ലെങ്കിൽ ചീനിയാണിത്. അപ്പോൾ ഇത് നട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 5 കണ്ണെന്നുള്ള 6 കണ്ണാക്കും. ഇപ്പോൾ 1, 2, 3, 4, 5, 6. അതിൽ ഒന്നാമത്തെ കണ്ണിൻ്റെ തൊട്ട് മുകളിലായിട്ട് എന്ത് ചെയ്യും, വട്ടത്തിൽ ഒരു 1/2 ഇഞ്ച് തൊലി അങ്ങ് നീക്കം ചെയ്തതിന് ശേഷം ആ ഒരു കണ്ണും അതിൻ്റെ മുകളിലുള്ള 2 കണ്ണും മണ്ണിനടിയിൽ വെച്ച് ഭംഗിയായിട്ട് ഉറപ്പിക്കും. അതാണ് തണ്ടിത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ അടിയിലത്തെ ഈ തണ്ട് നിങ്ങൾ കണ്ടോ, ഇത് അങ്ങനെ കിളിച്ചു വന്നാണ്. ഇത് 2 മുകളിലുള്ള അങ്ങനെ ഇങ്ങനെ നിർത്തിയിരിക്കണം. ഇത് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇത് നമ്മൾ ഇതേപോലെ നീളത്തിൽ കമ്പെടുത്തതിന് ശേഷം ഈ ഒരു വശത്തെ തൊലി ഇങ്ങനെ നീളത്തിൽ അങ്ങ് നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ നട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഒരു വശത്തെ അടിയിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തെ തൊലി നീക്കം ചെയ്യുന്നുണ്ടെങ്കിൽ ആ തൊലിയിൽ നിന്ന് മൊത്തവും വേര് എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കും. കണ്ടിട്ട് നിങ്ങൾ നോക്കിയാട്ടോ, എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുകയും ധാരാളമായി കിഴങ്ങുണ്ടാവുകയും ചെയ്യും. അതുപോലെ നമ്മൾ രണ്ടാമത് ചെയ്തത് 2 കണ്ണ് എൻ്റെ മേലത്തെ 1 ഇഞ്ച് കനത്തിലെ തൊലി എടുത്ത് കളയുമ്പോൾ അവിടെ നിന്നും വേരിറങ്ങും, മുകൾ ഭാഗത്തു നിന്നും വേരിറങ്ങും. ഈ അടിയിൽ നിന്നും വരുന്ന കിളിപ്പും മേപ്പോട്ടിരിക്കും. അപ്പം 2 ഭാഗത്തു നിന്നും നമുക്ക് കപ്പ കിട്ടും. അപ്പം ഒന്നാമത് നട്ടത് എല്ലാവരും ചെയ്യുന്ന ഒരു രീതി തന്നെയാണ്. അത് പഴയ കാലം മുതൽ നമ്മൾ ആവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഈ കൊടും ചൂടിൽ കരയിൽ, അതായത് നിലത്തിലല്ല, കണ്ടത്തിലല്ല, വയലിലല്ല, ഇത് കരയിൽ നമുക്ക് അത്യാവശ്യം ആയ ചീനി എങ്ങനെ വിളയിച്ചെടുക്കാം എന്നാണ് പ്രേക്ഷകരുമായിട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് 6 മാസ ചീനിയാണ്. 6 മാസം കൊണ്ട് വിളവ് പൂർത്തിയാക്കും എന്ന് പറയുന്നെങ്കിലും ശരിക്കും ഇത് ഒരു 7 മാസം 8 മാസമൊക്കെ വേണ്ടി വരും. പക്ഷേ ഞാൻ ഈ പറയുന്ന രീതിയിൽ വളപ്രയോഗമൊക്കെ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും 6 മാസം കൊണ്ട് വിളം. ഇതിപ്പോൾ 1 മാസമായി, കമ്പ് നട്ടിട്ട് 1 മാസമായി. 3 ദിവസം കൂടുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. പ്രത്യേകിച്ച് വളമൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ വളം ഇടാൻ പോവുകയാണ്. ആ വളം ഇടുന്നതിന് മുമ്പായിട്ട് ഇത് ഈ ആവശ്യമില്ലാത്ത കിളിർപ്പുകൾ, അപ്പോൾ ഇതിൻ്റെ ഈ കിളിർപ്പുകൾ നമ്മളങ്ങ് നീക്കം ചെയ്യുകയാണ്. ഈ ഇങ്ങനെ നടുവന്ന സമയത്ത് ഇത്രയും നീളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 2 കിളിർപ്പ് മതി. നീളം എത്ര വേണമെങ്കിലും നമുക്കിത് കൂട്ടാം. അതനുസരിച്ച് 3 കിളിർപ്പ് അല്ലെങ്കിൽ 4 കിളിർപ്പിൽ കൂടുതൽ നമ്മൾ നിർത്തിയേക്കരുത്. അത് കൂടുതൽ കിളിർപ്പായി കഴിഞ്ഞാൽ ചീനി കപ്പ കിഴങ്ങിൻ്റെ ഉൽപ്പാദനം കുറയും. അതുകൊണ്ട് അത്ര നിർത്തുക. അതിന് നമ്മൾ വളം എന്തൊക്കെയാണ് ഇടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ചുവട് മണ്ണ് ഇളക്കി കിടക്കുകയാണ്. അതുകൊണ്ട് ചുവട് വെട്ടി ഇളക്കേണ്ട കാര്യമൊന്നുമില്ല, മണ്ണ് ഇളകി കിടക്കുകയാണ്. ഞാൻ ആദ്യം ഇവിടെ ഇടാൻ പോകുന്നത് എല്ലുപൊടിയാണ്. എല്ലുപൊടിയുടെ പ്രത്യേകത നമുക്കറിയാം. വേരുപടലങ്ങൾ ശക്തി പ്രാപിക്കാൻ, ചീനി എന്ന് പറയുമ്പോൾ, കപ്പ എന്ന് പറയുമ്പോൾ വേരാണ് കിഴങ്ങായിട്ട് മാറുന്നത്. വേരുപടലങ്ങൾ ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലുപൊടി വിതറി കൊടുക്കുന്നത്. 2 കൈ എല്ലുപൊടിയാണ് ഞാൻ വിതറി കൊടുത്തത്. എല്ലാത്തിനും അത്രയും തന്നെ വിതറി കൊടുത്താൽ മതി.
ഇതിന് അല്പം കൂടി വേറെ കൊടുത്തു, കാരണം നീളത്തിൽ വേരുണ്ട്, നീളത്തിൽ രണ്ട് വശത്തും വേരുണ്ട്. അപ്പോൾ അല്പം കൂടി എല്ലുകൂടി നമ്മൾ ഇതിന് വിതറി കൊടുത്തു. ഇത് വെണ്ണീർ അഥവാ ചാരമാണ്, ചാമ്പൽ എന്നൊക്കെ പറയും. വിറവെരിയുന്നതോ കരിയില, ഉണങ്ങിയ ഇലകൾ, വൃക്ഷങ്ങളുടെ ഉണങ്ങിയ ഇലകൾ എരിയുന്നതുമായ ചാരം മതി. അപ്പോൾ ഈ ചാരം നമുക്കറിയാം, കിഴങ്ങ് കപ്പക്കിഴങ്ങ് നല്ല രുചിയും ഒപ്പം നല്ല വലിപ്പവും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചാരം വിതറി കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ഇതേലെ ഒരു ചിരട്ട ചാരമാണ് ഞാൻ വിതറി കൊടുക്കുന്നത്. ഒരു ചിരട്ടം നിറയത്തില്ല, അതുകൊണ്ടാണ് ഒന്നുകൂടെ ഇട്ട് ഇടുന്നത്. ഇതിന് അല്പം കൂടി കൂടുതൽ ഇട്ട് കൊടുക്കണം. നമ്മൾ വളമിട്ട് കഴിഞ്ഞു. ഇനിയും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ കഠിനമായ ഉണക്കായതുകൊണ്ട് ഈർപ്പം ഈ കപ്പയുടെ ചുവട്ടിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ പിന്നെ ഈ കിഴങ്ങുകൾ നീറിപ്പോകാതെ, ചൂട് കൊണ്ട് കിഴങ്ങുകൾ നീറിപ്പോകാതെ, ഈ വളമിട്ട് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടെങ്കിൽ ഈ വേരുകളൊക്കെ കിഴങ്ങുകളായിട്ട് രൂപാന്തരപ്പെടും. അത് നീറിപ്പോകാതിരിക്കാൻ ഇതേപോലെ ഉണങ്ങിയ കുറച്ച് പുല്ലുകൾ, പോച്ചകൾ ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കപ്പയ്ക്ക് വളം വിതറി, അതുപോലെ തന്നെ ഉണങ്ങിയ കുറച്ച് പോച്ചകൾ അതിൻ്റെ ചുവട്ടിൽ ഇട്ടു. അപ്പോൾ ഇത് ഏതൊരു ആൾക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ്. ഇപ്പം രണ്ട് കാര്യങ്ങളാണ്. ഈ കപ്പ പിഴുതെടുക്കാൻ, മേപ്പോട്ട് വിളവ് പൂർത്തിയാവുന്നതിനെ പിഴുതെടുക്കാൻ ഒരു പ്രയാസം കാണത്തില്ല. അതുപോലെ തന്നെ കിഴങ്ങുകൾക്ക് നല്ല ദൃഢതയും വലിപ്പവും ഉണ്ടായിരിക്കും, കാരണം നല്ല രീതിയിൽ വേരോട്ടം ഓടാൻ സാധിക്കും ഇങ്ങനെ ചെയ്താൽ. ഇനി നമുക്ക് മണ്ണ് ഇവിടുന്ന് എടുത്തിടാൻ പറ്റത്തില്ല, കാരണം ഇത് സമനിരപ്പായ ഒരു ഭൂമിയാണ്, കല്ലുമാണ്. ഞാൻ മണ്ണ് ഇട്ടാണ് ഈ കപ്പ നട്ടത്. അതുപോലെ തന്നെ ഇനി ഈ കപ്പയുടെ ചുവട്ടിൽ ഈ കരിയിലയുടെ പുറത്ത് നമുക്ക് മണ്ണിട്ട് കൊടുക്കണം. മണ്ണിട്ട് കൊടുത്തിട്ട് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ നനച്ചുകൂടെ കൊടുക്കുന്നുണ്ടേ, 1 മാസം കൂടെ കഴിയുന്നുണ്ടേ ഇതിൻ്റെ വളർച്ച ഞാൻ തീർച്ചയായിട്ടും വീഡിയോയിൽ എല്ലാവരും അറിയിക്കാം. പിന്നെ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ, ഒരാഴ്ച കഴിയുന്നുണ്ടേ ഞാൻ ലായനി വളം ഇന്ന് ഒഴിച്ചു കൊടുക്കും. ആ ലായനി വളത്തിൻ്റെയും കൂടെ പ്രവർത്തന ഫലമായിട്ടായിരിക്കാം കറക്റ്റ് അല്ലെങ്കിൽ കൃത്യം 6 മാസം തന്നെ ഇത് വിളവ് പൂർത്തിയാവും. കപ്പ വിളവഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഇലകൾ പൊഴിഞ്ഞു പോകും, ഇലകൾ പിന്നെ പഴുത്ത് പൊഴിയും. അങ്ങനെ ഏറ്റവും മുകളിൽ വരെ ഇലകൾ പൊഴിയുന്നുണ്ടെങ്കിൽ പിന്നെ അതിന് വളർച്ചയില്ലായിരിക്കും, കിഴങ്ങുകൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ വളരത്തില്ല. ആ സമയമാണ് കപ്പ വിളവായി എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് പിഴുതെടുക്കാം. അപ്പം പ്രിയപ്പെട്ടവരെ, കപ്പ എന്ന് കേൾക്കുമ്പോൾ ഇന്ന് പലർക്കും ഭയമാണ്. നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. കപ്പ ഒരു ജീവജാലങ്ങൾക്കും യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കത്തില്ല. ഇതിനകത്ത് ഒരു ചെറിയ വിഷാംശമുണ്ട്. ആ വിഷാംശങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ കപ്പ കഴിക്കുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, മീനോ ഇറച്ചിയോ ആ കപ്പയുടെ കൂടെ നമ്മൾ കഴിക്കണം. പിന്നെ മറ്റൊന്ന്, കപ്പ കഴിക്കുമ്പോൾ മറ്റ് ആഹാരങ്ങൾ വേണ്ട, കാരണം ചോറും മറ്റ് ഒന്നും വേണ്ട സംഗതി. കാരണം ചോറിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന ആ വിറ്റാമിനുകൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കലോറികൾ ഈ കപ്പയ്ക്കകത്തുണ്ട്. കപ്പ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാക്കി തരുന്നു, ജോലി ചെയ്യാനുള്ള ശേഷി നമുക്ക് ഉണ്ടാക്കി തരുന്നു. ഒപ്പം കപ്പ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കൂടി ഒരു ഭക്ഷണമാണ്. കാരണം മൃഗങ്ങളെന്ന് പറയുമ്പോൾ ഈ എലി കപ്പകളൊക്കെ തിന്ന് ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വളർത്തുന്ന പിന്നെ ആട്, പശു, പോത്ത്, എരുമ, ഇതിനൊക്കെ ഈ കപ്പയുടെ തൊലിയും അതുപോലെ തന്നെ ഇലയും ഒക്കെ കൊടുത്ത് വളർത്തുന്ന ഒരു പതിവ് പണ്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, കപ്പ കൃഷി ചെയ്യുന്നവർ ചാണകം ഇടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, ഞാനത് ശുപാർശ ചെയ്യത്തില്ല. കാരണം കിഴങ്ങുകളിൽ വിഷാംശം കൂടാൻ, കയ്പ് രസം കൂടാൻ ചാണകം പ്രേരണയാവും. അതുകൊണ്ട് ചാണകം ഇടരുത്. പിന്നെ കോഴിക്കാഷ്ടത്തെ പറ്റി പലരും ചോദിച്ചിരുന്നു. കോഴിക്കാഷ്ടം ഞാൻ ശുപാർശ ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, വളരെ ചൂടുള്ള ഒരു സംഗതിയാണ് കോഴിക്കാഷ്ടം. മറ്റൊന്ന്, നമ്മൾ കോഴിക്കാഷ്ടം മേടിക്കുന്നുണ്ടെങ്കിൽ ഈ കോഴിയെ വളർത്തുന്ന ആ ഷെഡിൽ വിരിക്കുന്ന ലിറ്റർ, അതായത് അറക്കപ്പൊടി, ഈ അറക്കപ്പൊടിക്കകത്ത് തേക്കിൻ്റെയൊക്കെ തടികളൊക്കെ അറക്കുമ്പോഴുള്ള പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ആ പൊടിയോട് കൂടി ചേർന്ന കോഴിക്കാഷ്ടം കൊണ്ടിട്ടാൽ നമ്മളിടുന്ന ആ സസ്യത്തിൻ്റെ വളർച്ച മുരടിക്കുകയും വേരോട്ടം ഇല്ലാതാവുകയും ആ ചെടി നശിച്ചു പോവുകയും ചെയ്യും. പിന്നെ മറ്റൊന്ന്, ചൂടായതുകൊണ്ട് അത് പിന്നെ ഒരു കാരണവശാലും മണ്ണിനടിയിൽ ഈ കോഴിത്തീറ്റ പോകാതിരിക്കാൻ ശ്രമിക്കണം. കോഴിത്തീറ്റ മുകളിലിട്ടുകൊണ്ട് വേണം നമുക്ക്
കോഴിത്തീറ്റയല്ല, കോഴി കാഷ്ടം മുകളിലിട്ടുകൊണ്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ കപ്പ ഉൾപ്പെടെയുള്ള കൃഷികൾക്ക് കോഴി കാഷ്ടം കൊണ്ട് പ്രയോജനമുണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ ചെടിയുടെ ആയുസ്, ഏത് ചെടിയോ ആയിക്കോട്ടെ, ആ ചെടിയുടെ ആയുസ് പോവും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകൾ, കൃഷി രീതികൾ, കൃഷിയെ സംബന്ധിച്ച അറിവുകൾ ശേഖരിക്കാനും സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് നല്ല പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന, നല്ല പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിന് മണ്ണിട്ട് കൊടുക്കുന്നത് എന്നൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചീനിക്ക് വളവും ഇട്ടു, അപ്പോൾ മണ്ണ് വിട്ട് കഴിഞ്ഞു. മണ്ണ് വിട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുവടൊന്ന് നനച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ചുവട് നനച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഈ വളം വലിച്ചെടുക്കാൻ അതിന് കഴിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ, ഇപ്പോൾ ഒരാഴ്ച നമ്മൾ നനച്ചു കൊടുത്തതിന് ശേഷം ഒരാഴ്ച 2 ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലപ്പിണ്ണാക്കും ചീമക്കൊന്നയുടെ ഇലയും കൂടിയിട്ട് ലയിപ്പിച്ച് ആ ലായനി വളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ആഴ്ചയിൽ 1 തവണ വീതം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ മാസമാണ് നമ്മൾ ചീനി ഇട്ടത്. കഴിഞ്ഞ മാസം എന്ന് പറയുമ്പോൾ മകരമാസം. മകരം, കുംഭം, മീനം, മേട, ഇടവം. മഴയുടെ ആരംഭത്തോടു കൂടി ഈ കപ്പ നമുക്ക് വിളവെടുക്കുകയും ഇതിൻ്റെ തന്നെ തണ്ട് ഇവിടെ നട്ട് നമുക്ക് വീണ്ടും പിടിപ്പിക്കുകയും ചെയ്യാം. വിളവെടുപ്പിൻ്റെയും അടുത്ത വളത്തിൻ്റെയും വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഇതൊന്ന് കാണുക, എങ്ങനെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നോക്കിയാൽ. പത്ത് ലിറ്റർ വെള്ളമാണ് 3 മൂടി ചീനിക്കൂടെ നമ്മൾ ഒരു ദിവസം ഒഴിച്ചു കൊടുക്കുന്നത്. ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് അടുപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നീട് ലായനി വളം പ്ലസ് വെള്ളം കൊണ്ടായിരിക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചീനി നല്ല രീതിയിൽ വിളവ് ഇടും. തീർച്ചയായിട്ടും ലായനി വളം ഒഴിച്ചു കൊടുക്കുന്ന ആ സമയം മുതൽ ഉള്ള വീഡിയോ കാണിക്കാം, വിളവെടുപ്പിൻ്റെ വീഡിയോ കാണിക്കാം. ഹായ്, എല്ലാവർക്കും നന്ദി, നമസ്കാരം.